ബഡീസ്, ഞാൻ ഓൾഡ് വൺ റോണി. എൻ്റെ ചെറിയ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഫോളോ ചെയ്യുക. നല്ല വീഡിയോസാണ്, എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻ്റ് ഒക്കെ ഇട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരു നിറച്ച കോഴി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ്. ഇത് വലിയ ഷെഫന്മാരുടെ കോപ്പി അടിച്ചൊന്നുമല്ല, ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നല്ലതെന്ന് തോന്നിയത് കൊണ്ട് നിങ്ങൾക്ക് ഇടുന്നതേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഒരു ചിക്കനാണ്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. നല്ല ചിക്കൻ കഴുകി നല്ല വൃത്തി കുട്ടപ്പനാക്കി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറേ വരയൊക്കെ ഇട്ട് കൊടുക്കാം. അതായത് മസാലയൊക്കെ ഇടുമ്പോൾ നല്ലോണം ഒന്ന് കയറി പിടിക്കാൻ വേണ്ടി 2-3 വരയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ വര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മസാലയൊക്കെ കയറുന്നതനുസരിച്ച് നമുക്ക് ടേസ്റ്റ് അതുപോലെ കിട്ടും കേട്ടോ. അതുപോലെ എല്ലാവരും നല്ലോണം ഇട്ട് കൊടുക്കുക. നല്ല രീതിക്ക് വര ഇട്ടിട്ടുണ്ട്. ഇതിന് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയുള്ള മസാല നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. അരി, അതായത് വസുമതി റൈസ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അവിടെ മാറ്റി വെക്കുന്നു. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു സബോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും ഒരു തക്കാളിക്കായി ഞാൻ എടുത്തിട്ടുണ്ട്. അത് സബോള നമ്മൾ തൊലി പൊളിഞ്ഞ് എടുക്കുന്നു. ഉരുളക്കിഴങ്ങ് പീൽ ചെയ്തെടുക്കാം. നമുക്ക് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിക്കായും പച്ചമുളകും ഒന്ന് കഴുകിയെടുത്തേക്കാവേ. കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ചെറുതാക്കണ്ട, 4 പീസായിട്ട്. കൊടുക്കാം. ഇത് വലിയ തക്കാളിക്കാണ്, അതുകൊണ്ട് ഞാൻ ഫുൾ ഇടുന്നില്ല, ഒരു പകുതി ഇടുന്നില്ലേ. പച്ചമുളക് ഇത്രയുമാണ് നമുക്ക് വേണ്ട ഐറ്റം. പിന്നെ ഇനി അതിനുള്ള മസാല കൂട്ടിയെടുത്താൽ മതി. ഞാൻ ഈ പാത്രത്തിൽ തന്നെ കൂട്ടിയെടുക്കാം. ഇതിപ്പം കൂടെ ഞാൻ മാറ്റി വെക്കുന്നു. വേണ്ടത് ആദ്യം ഗരം മസാല, ഇച്ചിരി ചിക്കൻ മസാല, അതുപോലെ തന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തേക്കുന്ന കുരുമുളക് പൊടിയാണ്. എരിവ് ഇച്ചിരി എനിക്കിഷ്ടമാണ്. എരിവ് അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ, ഇച്ചിരി മതി. പിന്നെ ഇച്ചിരി ഉപ്പ് ഇതിന് ആവശ്യത്തിന് നമുക്ക് ചിക്കനും വേണ്ടത് എത്രയാണ്, ഞാനതുകൊണ്ട് കൈക്കണക്കിനാണ് ഇടുന്നത്. നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൊടുക്കുന്നു. ഉപ്പ് ഓയില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മുട്ട ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നുണ്ട്. നല്ലതായിട്ട് ഇനി മിക്സ് ചെയ്യുവാണ് നമ്മൾ. നല്ല അടിപൊളിയായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ നമുക്ക് പച്ചക്ക് അരച്ച് ചേർക്കാം, എന്നാലും ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും. പക്ഷേ എനിക്കത് വേണ്ട, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അതിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ ആ വരഞ്ഞു കൊടുത്തേക്കുന്നിടത്തെല്ലാം നല്ലോണം കയറ്റി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇവിടെ പുരട്ടി കൊടുക്കുക. സൂപ്പറായിട്ട് അങ്ങോട്ട് പിടിപ്പിച്ച് മൊത്തത്തിൽ മസാല പിടിക്കണം. അങ്ങോട്ട് കയറി നല്ലോണം എണ്ണ തേപ്പിച്ച് എണ്ണ തേപ്പിക്കുമ്പം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ വീഡിയോ കാണുമ്പോൾ ഉള്ള കുറവുകളൊക്കെ ഒന്ന് പറഞ്ഞു തരണം. നിങ്ങളുടെ കുറവുകളും ഒക്കെ പറയുമ്പോഴാണ് എനിക്ക് എൻ്റെതായ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുള്ളൂ. ആരും ഒന്നിനും തികഞ്ഞ മനുഷ്യരല്ലാത്തതുകൊണ്ട് ഞാനും ഒരു കാര്യത്തിനും തികഞ്ഞ ഒരാളല്ല. നമ്മളിങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളൂ ഓരോ കാര്യങ്ങളിൽ. ഞാനിപ്പോൾ കൈ കഴുകിയിട്ടില്ല. ഇതിലേക്ക് ഞാൻ ആ ഉരുളക്കിഴങ്ങും സബോളയും നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല, അതുകൂടെ അങ്ങോട്ട് ഇടുവാണ്. അതായത് ആ മസാലയ്ക്കകത്തോട്ട്. വേറൊരു മസാല നമ്മൾ ഇതിനു വേണ്ടി ഇടുന്നില്ല.
കയ്യെല്ലാം മസാല പോണ്ടല്ലോ എന്ന് ഓർത്താ കഴുകാത്ത കേട്ടോ. ഞാനതൊന്ന് ഇളക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കൈ കഴുകിയിട്ട് വരാം. ഞാൻ ആ മസാലയ്ക്കകത്ത് തന്നെ ചിക്കൻ തേച്ചിൻ്റെ ബാക്കിയുള്ള മസാലയ്ക്കകത്ത് ഉരുളക്കിഴങ്ങും തക്കാളിയും സവോള ഞാൻ ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ റൈസ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ റൈസും അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറെ ബട്ടർ പീസ് കട്ട് ചെയ്തിടുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നിറയ്ക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ വേണ്ടി. ഇപ്പം മസാല തേച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിൽ നിറയ്ക്കാൻ പോവാണ്. അതിൽ കഴിഞ്ഞ് എന്നിട്ട് നമ്മളിത് വാരി ഇട്ട് കൊടുക്കുന്നു. ഞാൻ ആ പകുതി സാധനം ഇട്ട് വരുമ്പോൾ ബട്ടർ കയറ്റി വെച്ച് ബാക്കിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. ലാസ്റ്റ് ഇടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഈ റൈസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചാടിപ്പോയതായിരിക്കും. അതിൻ്റെ പുറത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഞാനിത് നിറച്ച് നല്ല സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരിയൊക്കെ അതിലെ പുറത്തൂടെ ഇരിപ്പുണ്ട് കേട്ടോ, അതൊന്നൊരു പ്രശ്നമല്ല. നിറച്ച കോഴി ഇരിക്കുവാണ്. നമുക്ക് മുട്ട പുഴുങ്ങി വെക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. എൻ്റെ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. നിറച്ചിങ്ങനെ ഇരിക്കുന്നു. ഇനി അത് നമുക്ക് റെഡിയാക്കി കഴിഞ്ഞാൽ, അതായത് ഓവനകത്ത് വെക്കുന്ന ടൈമിൽ കാണിച്ചു തരാം. ഓവനകത്ത് വെച്ച് എടുക്കുന്ന ടൈമിൽ കാണിച്ചു തരാം. ഒരു കുറഞ്ഞ ഒരു അരമണിക്കൂർ ഇരിക്കുന്നത് നല്ലതാണ്, എൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയേ. ഓക്കെ, അരമണിക്കൂർ കഴിഞ്ഞ് പോകണം. നമ്മൾ ചിക്കൻ എടുത്ത് വെക്കുമ്പോൾ നമുക്കൊരു ഫോയിൽ പേപ്പർ ഇടുന്നത് നല്ലതാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഇടുന്ന എളുപ്പമുണ്ടല്ലോ. അല്ലെങ്കിൽ ഇതിൻ്റെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഊർന്നു വീണ് കഴിയുമ്പോൾ തന്നെ കഴുകാൻ വേണ്ടി പാടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നമ്മൾ മണ്ടയിൽ വെക്കുന്നു. ചിക്കനെ പതുക്കെ എടുക്കുന്നു. തിരിച്ചും മറിച്ചും വെക്കണം കേട്ടോ. ആദ്യം ഈ ഒരു പരുവത്തിനങ്ങ് വെക്കുക. അങ്ങനെ നമ്മൾ ഓവൻ്റെ ട്രേയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. ഓവനിൽ വെച്ച് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് നമ്മളൊരു കുറഞ്ഞ ഒരു 10-40 മിനിറ്റ് മൊത്തത്തിൽ വെക്കേണ്ടി വരും. വെച്ചിട്ടുണ്ട്. അത് കയറ്റി അതിൻ്റെ ഡോറ് ക്ലോസ് ചെയ്ത് ഒരു മൊത്തത്തിൽ തിരിച്ചും മറിച്ചുമായിട്ട് ഞാൻ 40 മിനിറ്റ് മൊത്തത്തിൽ ഞാൻ ഒരു 20 മിനിറ്റാണ് വെച്ചേക്കുന്നത്. 20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു വെക്കണം. എന്നിട്ട് ഞാൻ അത് ഓപ്പണാക്കുവാണ്. ഓപ്പണാക്കുമ്പോൾ നല്ല പഴുത്തിരിക്കുവാണ് അകത്ത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പം കഴിക്കാനും കണ്ടുകൊണ്ട് കഴിച്ച് നോക്കിയിട്ട് പറയാം. കണ്ടില്ലേ, കട്ടപ്പ് കണ്ടോ? നമ്മൾ വെച്ച കോഴിയാണോ എല്ലൊക്കെ ഊരാൻ തുടങ്ങിയത്. ഇന്ന് സൂപ്പറായിട്ടില്ലേ? കാണാൻ അടിപൊളിയായിട്ടില്ലേ? അതുപോലെ ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിൻ്റെ രൂപത്തിൽ അറിയിക്കുക.